ചട്ടമ്പികളുടെ ശരണം വിളികളെ ഭയന്നല്ല ശബരിമലയിൽ സർക്കാർ യുവതികളെ കയറ്റാത്തതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യുവതികളെ കയറ്റാനുള്ള വാശി സർക്കാരിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നേ യുവതികൾ ദർശനം നടത്തിയേനെ. അതിനുള്ള ശക്തി സർക്കാരിനുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഇങ്ങനെയുള്ള അഹങ്കാരവും വേണ്ട. സാമൂഹിക വിരുദ്ധരായ സംഘപരിവാറുകാരുടെ ഭീഷണിക്കും പ്രതിഷേധത്തിനും കീഴടങ്ങിയതല്ല സർക്കാർ. ശബരിമലയെ കലാപഭൂമിയാക്കാനാണ് സംഘപരിവാറിന്റെ തീരുമാനം. യുവതീ പ്രവേശനം ശബരിമലയെ സംഘർഷ ഭൂമിയാക്കിയെന്നും സന്നിധാനത്ത് നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. യുവതീ പ്രവേശനം എന്ന നിലപാടിൽ നിന്ന് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുകയാണെന്ന് ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ശബരിമലയിൽ സംഘപരിവാർ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ദക്ഷിണേന്ത്യ മുഴുവൻ നുണപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. അതിന്റെ ഫലമായാണ് നടവരവ് കുറഞ്ഞതെന്നും ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. യുവതികളെ കയറ്റണമെന്ന വാശിയില്ലെങ്കിലും യുവതികൾ വന്നാൽ സുരക്ഷ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആദ്യം മുതൽ വാശിയില്ലെന്ന നിലപാടാണ് സർക്കാർ തീരുമാനിച്ചത്. പ്രതിഷേധം കൊണ്ടാണ് യുവതികൾ പ്രവേശിക്കാത്തതെന്ന സംഘപരിവാറിന്റെ ധാരണ തെറ്റാണെന്നും കടകംപള്ളി വ്യക്തമാക്കി. മണ്ഡല മകരവിളക്ക് തിരക്ക് കൂടുതലായതിനാൽ യുവതികൾ വരരുതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്നും സർക്കാർ നിലപാട് അതല്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. ഹൈക്കോടതി നിയോഗിച്ച സമിതിക്ക് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വ്യക്തമായ അധികാരമുണ്ടെന്നാണ് തന്റെ ബോധ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൈക്കോടതി അവരുടെ അധികാര പരിധി വ്യക്തമാക്കണം. അതിനുശേഷം തന്റെ ബോധ്യത്തിൽ മാറ്റം വരുത്താമെന്നും മന്ത്രി പറഞ്ഞു. യുവതീ പ്രവേശനം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്ക് ഇടപെടാനാകുമെന്ന് മന്ത്രി ആവർത്തിച്ചു. അവർ അതിൽ ഇടപെടുന്നില്ല, പകരം കക്കൂസിന്റെയും കുളിമുറികളുടെയും എണ്ണം എടുക്കുകയാണെന്ന് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം പരിഹസിച്ചിരുന്നു. അതിന് മറുപടി പറയാൻ നിരീക്ഷക സമിതി തയ്യാറായില്ല. മനിതി സംഘം എത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ദേവസ്വം മന്ത്രി മറുപടി നൽകി. ആക്ടിവിസം കാണിക്കാനുള്ള ഇടമല്ല ശബരിമല. ആക്ടിവിസ്റ്റുകളായ ഭക്തർക്ക് വരാമെന്നാൽ തീവ്ര നിലപാടുള്ളവർക്ക് ആക്ടിവിസ്റ്റുകളായ ഭക്തർക്ക് വരാം, എന്നാൽ തീവ്ര നിലപാടുകൾ ഉള്ളവർക്ക് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമലയെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ നിലപാടിൽ മാറ്റമില്ല. യഥാർത്ഥ ഭക്തർക്ക് ദർശനം നടത്താൻ തടസ്സമില്ലെന്നും സർക്കാരിന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. മനിതി സംഘത്തിന്റെ സ്വകാര്യ വാഹനം നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിട്ടതിനെ കുറിച്ച് വിശദമായി പരിശോധിക്കണമെന്നും അതിനുശേഷം മറുപടി പറയാമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.